ഘോരഘോരമാം യുദ്ധം തുടർന്ന നേരത്തിങ്കൽ കേൾക്കമന്നവാ. വിഷ്ണു മനുഷ്യാകൃതി തന്നെ കൈക്കൊണ്ട മൂലം കൃഷ്ണനന്നു ശങ്കിതനായി വേഗേന വിത്തമതൊന്നൊക്കെയും ഉപേക്ഷിച്ച് മാഗധനോട് ഭയം കൈക്കൊണ്ട് ശീഘ്രമായി ഓടിനാൻ. അതു കണ്ടു മാഗധൻ ചിരിച്ചിട്ട് കൂടെ തന്നുടെ സൈന്യയുക്തനായി ഓടിയിടിനാൻ. ഓടിപ്പോയി പ്രവർഷണമൂർധനി മാധവനേറി കൂടെ മാഗധൻ താനും പർവ്വതം കരയേറി. മാഗധൻ പടയോടും പർവ്വതം ചോഴും വളഞ്ഞ് ആഗമക്കാതൽ തന്നെ തേടി നോക്കുന്ന നേരം കണ്ടീല പർവ്വതത്തിൽ ആരെയും. അതു നേരം ഉണ്ടായ ഗോപാൽഗിരി ചുഴവും തീ കൊളുത്തി അഗ്നിയും കത്തിജ്വലിച്ചിടിന നേരത്തിങ്കൽ അഗ്രജനോടും കൂടി കൃഷ്ണനും അതു നേരം നന്നായി കുതിച്ചു ചാടിയിടിനാൻ പുറത്തേക്ക്. മിന്നലെന്നതുപോലെ പോയിതു ബഹുദൂരം. ഭൂമിയിൽ നിന്ന് 11 യോജനയോളം ആമിതു പർവ്വതത്തിനുയരം. അറിഞ്ഞാലും സർവാത്മാവായ കൃഷ്ണൻ രാമനും ഒരുമിച്ചു പർവ്വതേ നിന്നു ദ്വാരാപുരയിൽ ചാടി വീണാൻ. സ്വയമായി ദ്വാരകയിലിരുന്നു മുകുന്ദനും ആരുമേ അറിഞ്ഞീല. മഗധാധികൾ പിന്നെ വൈര്യവും കൈക്കൊണ്ടിട്ട് വന്നിയിൽ ദഹിച്ചിതു വൈരികളായ രാമകൃഷ്ണന്മാരെന്നോർത്തിട്ട് മൂഢനാം ജരാസുതൻ സേനയുമൊരുമിച്ച് പ്രൗഢത പൂണ്ടു മാനം നടിച്ചു ജയഭാവാൽ മാനവൾ കൊണ്ടു ചെന്നും തന്നുടെ പുരിപുക്ക് മാനവും പറഞ്ഞു വാണിടിനാൻ. പിന്നെ കേൾക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ.